തിരഞ്ഞെടുപ്പിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്? എനിക്കറിയില്ല. ആളുകൾ എന്താണ് പറയുന്നതെന്ന് മാത്രം, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നല്ല. ആളുകൾ എന്താണ് പറയുന്നത്? 10 വർഷമായി വി.ഡി. സതീശനാണ് ഇവിടെ മുന്നിൽ. അദ്ദേഹവും ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ പിണറായി 10 വർഷം ഒരു മാറ്റമാണ് നോക്കുന്നതെങ്കിൽ ആരാണ് മുന്നിൽ? മിക്ക ആളുകളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അവർ വളരെ മടുപ്പ്. പക്ഷേ അവർ പറയുന്നു ക്ഷേമത്തിനും സ്ത്രീകൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ അവിടെ ഇല്ല, ഒന്നും ചെയ്തില്ല. പിന്നെ 2021 അദ്ദേഹം 2021 അദ്ദേഹം രണ്ടാം തവണയും ജയിച്ചു. ഞങ്ങൾ തൃപ്തരല്ല. In 2021 he won a second term. We are not satisfied. LDF പറ്റി പിടിച്ച വിഷയം എന്നത് உங்களுக்கு? എനിക്ക് വികസനത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അതുമാതിരി മറ്റുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ നല്ല പുരോഗമനങ്ങളിലാണ് സർക്കാരുള്ളത്. ഇല്ല, ഒന്നാമത്തെ കേസ് അഴിമതിയില്ല. അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ സതീശനോട് വ്യക്തിപരമായിട്ടൊന്നും താല്പര്യക്കുറവൊന്നുമില്ല. അത് പൊളിറ്റിക്കലായിട്ടുള്ള അതെ, റിസൾട്ട് അസംബ്ലിയിലുണ്ടായി. അത് തന്നെ ജനങ്ങൾക്ക് നല്ല 78 പഞ്ചായത്തിൽ 71 UDF-ഉം 7 പഞ്ചായത്ത് മാത്രമേ LDF-ന് ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതേ റിസൾട്ട് അപ്പോൾ അസംബ്ലിയിൽ ആ ഒരു ട്രെൻഡ് അധികം ആയിട്ടില്ലല്ലോ. ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്? ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കോർപ്പറേഷനിൽ ഒരു LDF കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ല. പിന്നെ BJP കോർപ്പറേഷൻ. ലാസ്റ്റ് ഇലക്ഷനിൽ നിങ്ങൾ LDF ആണോ UDF ആണോ? ഇപ്പോൾ പറഞ്ഞിട്ടില്ല, ഗോൾഡ് വിഷയങ്ങളൊക്കെ പ്രതിസന്ധികളില്ല. ഭരണകക്ഷിയുടെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ സജീവ് അല്ല, നമുക്ക് കുറച്ചുകൂടി മോദിയുടെ ഒരു ഫാൻസാണ് ഞാൻ, തീർച്ചയായിട്ടും. പക്ഷെ കേരളത്തിൽ അങ്ങോട്ട് ആകണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ വ്യത്യാസം വരാനുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിച്ചില്ലേ? കാരണം അവിടെ ഏറ്റവും കേന്ദ്രങ്ങളുള്ള AKG സെൻ്റർ ആയാലും പിന്നെ ക്ഷേത്രങ്ങളായാലും പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റും ഒക്കെ ഇരിക്കുന്ന ആ സ്ഥലം BJP ആണ് ഭരിക്കുന്നത്. അത് ശരിയല്ലേ? നമ്മൾ വിലയിരുത്താൻ പറയാം. അപ്പോൾ നമ്മൾ കുറേ പേര് പുതിയ തലമുറകൾ ഒരു വേറെ രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ അത് റിസൾട്ട് വന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഇപ്പോഴത്തെ ട്രെൻഡ് UDF-ന് അനുകൂലമാണ്. എന്തുകൊണ്ട്? കാരണം UDF-ന് ഒരുപാട് പ്ലസ് പോയിന്റുകളുണ്ട്. 10 വർഷമായി അവർ പുറത്തായിരുന്നു. 10 വർഷമായി ഈ LDF ആയിരുന്നു കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തുപോലുള്ള പ്രശ്നങ്ങൾ? അതായത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ പറഞ്ഞത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ മുഴുവൻ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത് എന്നാണ്. അതൊരു തരം ഏകാധിപത്യമാണ്. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ ഇപ്പോഴുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അധികാരം പൂർണ്ണമായും ഒരാളിൽ കേന്ദ്രീകരിക്കപ്പെട്ടാൽ സ്വാഭാവികമായും കാര്യങ്ങൾ കൈവിട്ടു പോകും.